Hi dears, welcome to ACS online class. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, നമുക്ക് ബാക്കി പഠിക്കാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്ത് റെഡി ആയിട്ടിരിക്കുകയാണല്ലോ. പേജ് നമ്പർ 118. Catch the right bus. ഓക്കെ, ഇവിടെ എന്താണ്? ഒരു ബസ് സ്റ്റേഷനാണ് അല്ലേ, ബസ് സ്റ്റോപ്പാണ് അല്ലെങ്കിൽ ഒരു ബസ് സ്റ്റേഷനാണ്. നമ്മൾ ഓരോ കുട്ടികൾ ഓരോ ബസ്സുകളിൽ കയറി സീറ്റൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഏത് ബസ്സിലാണ് അവർക്ക് കയറേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഡൗട്ട് ഉണ്ട്. അപ്പം നമുക്ക് അവരെ സഹായിച്ചു കൊടുക്കാം. ഓക്കെ, solve to get the bus number on each card. കണ്ടില്ലേ, ഓരോ കുട്ടികൾക്ക് ഓരോ കാർഡുണ്ട്. ആ കാർഡിലുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിച്ചാൽ ഏതാണ് ബസ്സിന്റെ നമ്പർ എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. മാച്ച് ദ കാർഡ് വിത്ത് ദ ബസ് നമ്പർ ആൻഡ് സീ ഹു വിൽ സിറ്റ് ഇൻ വിച്ച് ബസ്. അപ്പോൾ ആ ചോദ്യങ്ങൾക്ക് ആ കാർഡിലുള്ള ആ നമ്പേഴ്സ് നമ്മൾ സോൾവ് ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കുന്ന ആ ഉത്തരം ഏത് ബസ്സിന്റെ നമ്പർ അല്ലെങ്കിൽ ഏത് ബസ് നമ്പർ ആണ് എന്നുള്ളതാണ്. അപ്പൊ ഏത് ബസ്സിനാണ് ഓരോരുത്തരും കയറേണ്ടത് എന്ന് മനസ്സിലാക്കാം. 3 ബസ്സുണ്ട്. 49 എന്ന നമ്പറുള്ള ഒരു ബസ്സുണ്ട്, 75 എന്ന പേരുള്ള മറ്റൊരു ബസ്സുണ്ട്, 67 എന്ന നമ്പറുള്ള മറ്റൊരു ബസ്സുണ്ട്. അപ്പോൾ നമുക്ക് ഈ താഴെ ഓരോ കുട്ടികളുടെ കയ്യിലുള്ള കാർഡുകൾ സോൾവ് ചെയ്ത് കൊടുത്താൽ അവർ ഓരോരുത്തരും ഏതൊക്കെ ബസ്സിലായിരിക്കും കയറേണ്ടത് എന്ന് മനസ്സിലാക്കിയെടുക്കാം. ഫസ്റ്റ് നോക്കിക്കേ, ഫസ്റ്റ് ഒരു കുട്ടി കണ്ടില്ലേ, കാർഡ് നമ്പർ 27 + 22. 27 + 22 എന്ന് ആഡ് ചെയ്ത് നോക്കിക്കേ, ഉത്തരം എന്ത് കിട്ടും? 49 കിട്ടും. അപ്പോൾ 49 എന്ന നമ്പറുള്ള ബസ് ഏതാണ്? കണ്ടില്ലേ, അങ്ങോട്ട് ലൈൻ വരച്ചു കൊടുത്തേക്കുന്നുണ്ടോ, ഒരു ആരോ വരച്ചു കൊടുത്തേക്കുന്നുണ്ടോ? അപ്പൊ ആ കുട്ടിയുടെ കയ്യിലുള്ള കാർഡിന്റെ നമ്പറുകൾ സോൾവ് ചെയ്ത് കൊടുത്തപ്പോൾ കിട്ടിയ ഉത്തരം 49 ആണ്. അപ്പോൾ 49 എന്ന പേരുള്ള അല്ലെങ്കിൽ നമ്പറുള്ള ആ ബസ് ആ കുട്ടിക്ക് പോയിരിക്കും. അടുത്ത ആളെ നോക്കിക്കേ, കാർഡ് നമ്പർ 48 + 19. 48 + 19 എന്ന കാർഡിലുള്ള ആ കുട്ടിയെ നമുക്ക് സഹായിച്ചു കൊടുക്കാം. ഒന്ന് ആഡ് ചെയ്ത് എന്ത് കിട്ടും? 67 എന്ന് കിട്ടും. എല്ലാവരും ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ 67 എന്ന ആ ബസ്സിലായിരിക്കണം ആ കുട്ടി യാത്ര ചെയ്യുന്നത്. അപ്പോൾ ലൈൻ വരച്ചു കൊടുക്കുക. 67 എന്ന ബസ്സിലോട്ട് ആ കുട്ടിക്ക് ഒരു പെൻസിൽ ഉപയോഗിച്ച് ചുമ്മാ ലൈൻ വരച്ചു കൊടുക്കുക, മാച്ച് ചെയ്ത് കൊടുക്കുക. അടുത്തൊരു ആൺകുട്ടിയാണ്, കാർഡ് നമ്പർ 88 - 21. 88 - 21 എല്ലാവരും ഒന്ന് ആൻസർ കണ്ടുപിടിച്ചേ. എന്താണ്? 67 കിട്ടും. ഓക്കെ, അപ്പോൾ 67 എന്ന നമ്പറുള്ള ആ ബസ്സിലോട്ട് ആ കുട്ടിയുമായിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ 47 + 28. 47 + 28 ഒന്ന് ആഡ് ചെയ്തേ, എല്ലാവരും അഡീഷൻ ആണ്, ഒന്ന് ആഡ് ചെയ്തേ. 75 കിട്ടും. അപ്പോൾ 75 എന്ന നമ്പറുള്ള ആ ബസ്സുമായിട്ട് ആ കുട്ടിയുടെ ആ കാർഡുമായിട്ട് അല്ലെങ്കിൽ ആ കുട്ടിയുമായിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കും. ഓക്കെ, ഇനി അടുത്തത് 93 - 80. ആ കുട്ടിയുടെ ബസ് നമ്പർ കണ്ടുപിടിക്കുക. ഓക്കെ, അടുത്തത് 37 + 12, 38 + 37, 25 + 24, 99 - 32. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം സോൾവ് ചെയ്ത് അതാത് ബസ് നമ്പേഴ്സ് കണ്ടുപിടിച്ച് ലൈൻ വരച്ച് ബസ്സുമായിട്ട് ലൈൻ വരച്ച് കൊടുക്കുക. ഓക്കെ, എല്ലാത്തിൻ്റെ ഉത്തരം ഒന്നെങ്കിൽ 49 ആയിരിക്കാം, അല്ലെങ്കിൽ 75 ആയിരിക്കാം, അല്ലെങ്കിൽ 67 ആയിരിക്കും. അത് മാത്രമേ ഇത്രയും കിട്ടത്തുള്ളൂ കേട്ടോ. അത് ഓർമ്മ വേണം. ആ 3 ബസ്സുകളേ ഉള്ളൂ. അപ്പോൾ ആ 3 ഉത്തരങ്ങളെ കിട്ടത്തുള്ളൂ. ആ നമ്പേഴ്സ് ഇവിടെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുകയുള്ളൂ. ഇനി അടുത്തത്, now you write your own numbers, make 2 different cards for each bus. കണ്ടില്ലേ, ഇവിടെ 49 എന്ന ബസ്സിന് 2 കാർഡ്സ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് കണ്ടില്ലേ, ഒന്നൊരു സബ്ട്രാക്ഷന്റെ ഒരു കാർഡും ഏറ്റവും താഴെ ഒരു അഡീഷന്റെ ഒരു കാർഡും. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള നമ്പേഴ്സ് ഉപയോഗിച്ച് നമ്മൾ അതിനെ എന്താണ് ഒന്ന് ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. ഫസ്റ്റ് നോക്കി, മൈനസ് ആണ്. ഏതൊക്കെ 2 നമ്പേഴ്സ് തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ 49 കിട്ടാം? ഏതൊക്കെ നമ്പേഴ്സ് ആണ്? നമുക്ക് ഇഷ്ടമുള്ള നമ്പേഴ്സ് ഒക്കെ എഴുതാം. 54 - 5 എന്ന് എഴുതാം. പിന്നെ 88 - 39 എന്ന് എഴുതാം. ഇനി എന്ത് എഴുതാം? 16 - 11 എന്ന് എഴുതാം. 50 - 1 എന്ന് എഴുതാം. അപ്പോൾ മൈനസ് വരുന്ന അല്ലെങ്കിൽ 2 നമ്പേഴ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 49 ആൻസർ കിട്ടണം. അങ്ങനെ ഇഷ്ടമുള്ള 2 നമ്പേഴ്സ് അവിടെ എഴുതുക. ഓക്കെ, അപ്പോൾ അത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും 49 കിട്ടിയിരിക്കണം. അത് മസ്റ്റാണ്. ആൻസർ ആയിട്ട് 49 കിട്ടിയിരിക്കണം. മിസ് ഇപ്പോൾ വായിച്ചതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. 54 - 5 എഴുതാം, 88 - 39 എഴുതാം, 60 - 11 എഴുതാം, 50 - 1 എഴുതാം. ഇനി 49ന്റെ ഏറ്റവും താഴത്തുള്ള ഒരു അഡീഷൻ ചാർട്ട്, അഡീഷൻ കാർഡ്,
ആ കാർഡ് ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കാം. രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 49 കിട്ടണം. ഏതൊക്കെ നമ്പേഴ്സ് ആയിരിക്കാം ഒന്ന് ആലോചിച്ച് നോക്കി. ഏതൊക്കെ നമ്പേഴ്സ് എഴുതാം നമുക്ക് അവിടെ? 27 പ്ലസ് 22 എഴുതാം, 25 പ്ലസ് 24 എഴുതാം, 36 പ്ലസ് 13 എഴുതാം. ഓക്കെ, ഈ നമ്പേഴ്സ് തമ്മിലെല്ലാം ആഡ് ചെയ്യുമ്പോൾ ഉത്തരമായി 49 കിട്ടും. ഓക്കെ, അപ്പൊ അവിടെ ഇഷ്ടമുള്ള ഏതെങ്കിലും രണ്ട് നമ്പേഴ്സ് എഴുതുക. പക്ഷെ അത് ആഡ് ചെയ്യുമ്പോൾ 49 കിട്ടിയിരിക്കണം, അത് നിർബന്ധമാണ്. ഒന്നെങ്കിൽ 27 പ്ലസ് 22, അല്ലെങ്കിൽ 25 പ്ലസ് 24, അല്ലെങ്കിൽ 36 പ്ലസ് 13 എഴുതാം. ഓക്കെ, അവിടെ ഏതെങ്കിലും എഴുതി കൊടുക്കുക. ഇനി അടുത്തത് നമുക്ക് 75ന്റെ കാർഡ് എഴുതാം. 75ന്റെ കാർഡ് നോക്കിക്കേ, രണ്ട് കാർഡും അഡീഷൻ കാർഡാണ്. മുകളിലും ഉണ്ട് താഴത്തും ഉണ്ട്. 75ന്റെ കാർഡ് കണ്ടില്ലേ, മുകളിലും ഉണ്ട് ഏറ്റവും താഴത്തൊരു സൈഡിലും ഉണ്ട്. അപ്പൊ രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 75 കിട്ടണം. എന്തൊക്കെയായിരിക്കാം ആ രണ്ട് നമ്പേഴ്സ്? ഇഷ്ടമുള്ളത് എഴുതാം. 60 പ്ലസ് 5 എന്നാ 60 പ്ലസ് 15 എഴുതാം, 75 കിട്ടും. ഇനി എന്താ 70 പ്ലസ് 5 എഴുതാം, 50 പ്ലസ് 25 എഴുതാം, 40 പ്ലസ് 35 എഴുതാം. ഇനിയോ 38 പ്ലസ് 37 എഴുതാം, 26 പ്ലസ് 49 എഴുതാം. അപ്പൊ രണ്ട് ബോക്സിലും ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കോമ്പിനേഷൻ എഴുതി കൊടുക്കുക. എന്തൊക്കെയുണ്ട് മിസ് ചുമ്മാ വായിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതിയാൽ മതി. 50 പ്ലസ് 25, 40 പ്ലസ് 35, 38 പ്ലസ് 37, 26 പ്ലസ് 49, 60 പ്ലസ് 50, 70 പ്ലസ് 5. ഇതിൽ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരെണ്ണം അവിടെ രണ്ടിടത്തും രണ്ട് കാർഡിലും എഴുതി കൊടുക്കണം കേട്ടോ. ഇനി അടുത്ത 67ന്റെ കാർഡ്. അത് നടുക്ക് നോക്കിക്കേ, 67ന്റെ ഒരു അഡീഷന്റെ ഒരു കാർഡുമുണ്ട്, 67ന്റെ ഒരു സബ്ട്രാക്ഷന്റെ കാർഡുമുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം അഡീഷൻ നോക്കാം. രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 67 കിട്ടണം. ഇഷ്ടമുള്ള രണ്ട് നമ്പേഴ്സ് സെലക്ട് ചെയ്ത് ആഡ് ചെയ്ത് നോക്കിക്കേ, 67 കിട്ടുന്ന പോലെ 55 പ്ലസ് 12 എഴുതാം, 43 പ്ലസ് 24 എഴുതാം. ഓക്കെ, ഇതിൽ ഏതെങ്കിലും അവിടെ എഴുതി കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം കേട്ടോ, പക്ഷെ ആഡ് ചെയ്യുമ്പോൾ 67 മസ്റ്റ് ആയിട്ടും കിട്ടണം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. 55 പ്ലസ് 12 എന്ന് എഴുതാം, അല്ലെങ്കിൽ 43 പ്ലസ് 24 എന്ന് എഴുതാം. ഇനി സബ്ട്രാക്ഷൻ കാർഡ്, 67ന്റെ സബ്ട്രാക്ഷൻ കാർഡ്. ഏതൊക്കെ രണ്ട് നമ്പേഴ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 67 കിട്ടിയിരിക്കണം. എന്തൊക്കെ കോമ്പിനേഷൻസ് എഴുതാൻ സാധിക്കും? ഇപ്പോഴത്തെ പേജിൽ തന്നെ ഉണ്ട്. 67 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 88 മൈനസ് 21. പിന്നെയോ പിന്നെ വേറെ എന്തൊക്കെ എഴുതാൻ സാധിക്കും? 99 മൈനസ് 32. വേറെ ഒരു നമ്പർ കണ്ടുപിടിച്ച് എഴുതുക. ഓക്കെ, അപ്പൊ രണ്ട് നമ്പേഴ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 67 കിട്ടിയിരിക്കണം. ആ രണ്ട് നമ്പേഴ്സ് ആ ഒരു മാത്രം മിസ് പറഞ്ഞു തരുന്നില്ല, അതെല്ലാവരും സ്വന്തമായിട്ടൊന്ന് കണ്ടുപിടിച്ചിട്ടൊന്ന് എഴുതി നോക്കണം. ഓക്കെ, രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 67 കിട്ടണം. അതവിടെ ആ ഒരു കാർഡിനകത്ത് ആ രണ്ട് നമ്പേഴ്സും എഴുതണം. ഓക്കെ, അപ്പൊ ഈ ഹോംവർക്കുകളെല്ലാം എന്താണ് ഹോംവർക്കുകളെല്ലാം ചെയ്ത് മിസ്സിന് അയച്ചു തരണം. ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനെ കോൺടാക്ട് ചെയ്യണം. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്.